മാധ്യമപ്രവർത്തകനെതിരായ തീവ്രവാദ പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. ഡിജിപിക്കാണ് പരാതി നൽകിയത്. യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് സുനന്ദാണ് പരാതി നൽകിയത്. നിരന്തരമായ വർഗീയ പരാമർശം നടത്തുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്തിന്റെ പേരിലാണ് തീവ്രവാദിയാക്കുന്നത്? അദ്ദേഹത്തിന്റെ മതം നോക്കി, പേര് നോക്കി, റഹീസ് റഷീദ് എന്ന പേര് കാണുമ്പോൾ വെള്ളാപ്പള്ളി പറയുകയാണ് അദ്ദേഹം തീവ്രവാദിയാണെന്ന്. മാധ്യമപ്രവർത്തകർ വീണ്ടും വീണ്ടും ചോദിച്ചു, ഇയാൾ എങ്ങനെ തീവ്രവാദിയാവും എന്നുള്ളത്. അതിനുള്ള ഉത്തരമായി പറയുന്നത് ഇയാൾ മുൻകാല MSFന്റെ പ്രവർത്തകനായിരുന്നു എന്നുള്ളതാണ്. മുൻകാല MSF പ്രവർത്തകൻ ആയ ഒരാളെ എങ്ങനെയാണ് തീവ്രവാദിയാക്കി മാറ്റുന്നത്? ഇതിനെതിരെയാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, ഈ യൂത്ത് കോൺഗ്രസിന്റെ പരാതിയിലെ ആവശ്യം എന്താണ്? നിലവിൽ എന്തെങ്കിലും അന്വേഷണമോ മറ്റോ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? വെള്ളാപ്പള്ളിയുടെ തീവ്രവാദി പരാമർശത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് തന്നെയാണ് പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റായ സുനന്ദാണ് ഇത്തരത്തിലൊരു പരാതി DGPക്ക് കൈമാറിയിട്ടുള്ളത്. ഇതിൽ പറയുന്നത് പേര് നോക്കി മതം കണ്ടെത്തി വർഗീയ വിദ്വേഷം നടത്തുന്നു എന്നുള്ളതാണ്. ഒരു ചേരിതിരിവിനും ഒപ്പം തന്നെ കലാപാഹനത്തിനുമാണ് വെള്ളാപ്പള്ളി ശ്രമിച്ചത് എന്നുള്ളത് സുനന്ദിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമവും വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് സുനന്ദ പറയുന്നത്. DGPക്കാണ് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ളത്. വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുത്ത നടപടി വേണമെന്നുള്ളതാണ് ആവശ്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ ഉണ്ടായിട്ടില്ല. അടുത്ത ദിവസം തന്നെ ഈ പരാതിയിന്മേൽ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് സുനന്ദും പറയുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു പരാതി യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വെള്ളാപ്പള്ളിക്കെതിരെ നൽകിയിട്ടുള്ളത്.